നവകേരള യാത്രക്കിടയിൽ ആലപ്പുഴ വെച്ച് 2 യൂത്ത് കോൺഗ്രസ്സുകാരെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരെ തല്ലിച്ചത് സംഭവത്തിന് സംബന്ധിക്കുന്ന കേസിൻ്റെ അന്വേഷണം അത് ഇടതുപക്ഷ ഗവൺമെൻറ് സമയത്ത് എങ്ങും എത്തിയില്ല. ആ കേസ് റെഫർ ചെയ്യാനുള്ള നടപടികളാണ് ADGP MR അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുണ്ടായത്. ആ 5 പ്രതികൾക്കും ആലപ്പുഴ ജില്ലാ കോടതി അണിയം വർഗീസ് ജാമ്യം കൊടുക്കുകയും ചെയ്തു. ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കേസ് ഡയറി പരിശോധിച്ച ADGP അതിനകത്ത് പ്രതികളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് തുടക്കത്തിലെ കേസ് ഡയറി എഴുതിയെന്ന് കണ്ട് അത് മാറ്റി എഴുതാനായിട്ട് ഡയറക്ഷൻ കൊടുത്തു. അത് മാറ്റി അവർ എഴുതിയില്ല അവിടുത്തെ SHOമാർ. കാരണം 2 യൂത്ത് കോൺഗ്രസ്സുകാർ മുഖ്യമന്ത്രി കടന്നുപോയപ്പം കറുത്ത ഫ്ലാഗും കാണിച്ച് മുദ്രാവാക്യം വിളിച്ച സമയത്ത് അവരെ 2 പേരെയും 3-4 അവിടുത്തെ SHO ഉൾപ്പെടെയുള്ളവർ തടുത്തുകൂട്ടി ഒരു ഹോട്ടലിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി അവരെ പിടിച്ചു നിർത്തിയിരുന്നു. പിന്നെ എന്തിനാണ് ഈ 5 പേര് ഗൺമാന്മാരെ ഇറങ്ങി ഇവരെ പത്തൽ കൊണ്ട് തല്ലുന്നതെന്നാണ് അന്ന് മുതൽ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. അത് തന്നെ അതിനെ സംബന്ധിക്കുന്ന കേസ് ആലപ്പുഴ SHOമാർ എഴുതി സത്യസന്ധമായിട്ട് അവർ കേസ് എഴുതിയത് ഈ കുറ്റവാളികളെ വെറുതെ വിടാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരം ലോ ആൻഡ് ഓർഡറിൻ്റെ ചാർജുള്ള ADGP അജിത് കുമാർ അവരെ അവിടെ വിളിച്ചു വരുത്തി ആ മൊഴി മാറ്റി എഴുതണം, കേസ് ഡയറി മാറ്റി എഴുതണം എന്ന് ഡയറക്ഷൻ കൊടുത്തു. ചെയ്യാമെന്ന് പറഞ്ഞാൽ അവർ പോയി ചെയ്തില്ല. സത്യവിരുദ്ധമായ കാര്യങ്ങളല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ചെയ്യാതിപ്പോൾ അവരെ അവിടെ വരുത്തി തിരുവനന്തപുരത്ത് വരുത്തി ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 2 ഗ്രേഡ് SIമാർ അവർ ലോക്കൽ പോലീസിലുള്ളവരാണ്. അവരെ ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അവരെ കൊണ്ട് അത് മാറ്റി എഴുതിച്ചു. എഴുതിയിട്ട് കേസ് ഡയറിയിലും ആ മാറ്റങ്ങളും മൊഴികളിലൊക്കെ വരുത്തി. അതിനുശേഷം അദ്ദേഹം വായിച്ചു നോക്കി, തൃപ്തിയായി. കാരണം ഗൺമാന്മാരെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്തി കള്ളത്തെളിവുകൾ സൃഷ്ടിച്ച ശേഷം ആ കേസ് ഡയറി മടക്കി കൊടുത്തു. ഇപ്പം പുതിയ ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പം ആ 2 യൂത്ത് കോൺഗ്രസ്സിൽ ഒരാൾ MLA ആയി, തോമസ് MLA ആയി. അതുകൊണ്ട് മറ്റേ ആൾ അഡ്വക്കറ്റായി. അവർ ഈ കേസുമായിട്ട് മുന്നോട്ട് അതിശക്തമായ രീതിയിൽ മുന്നോട്ട് പോയി. തല്ല് കിട്ടിയത് അവർക്ക് മാത്രമല്ലല്ലോ, പൊതുജനങ്ങൾക്ക് മുഴുവൻ കിട്ടിയില്ലേ? എല്ലാവരും അത് കണ്ടല്ലോ. പട്ടിയെ തല്ലുന്ന പോലെ തല്ലുന്ന കണ്ടല്ലോ. അതിനൊന്നും അധികാരം ഈ ഗൺമാന്മാർക്കില്ല. അവർക്ക് മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ത്രെട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നടപടിയെടുക്കാൻ അധികാരമുള്ളൂ. അത് പ്രിവെൻറ്റ് ചെയ്യാം. മുഖ്യമന്ത്രി ഉപദ്രവിക്കാൻ വരുന്നവരെ തടയാം. അദ്ദേഹത്തിനെ കൊല്ലാൻ വരുന്നുണ്ടെങ്കിൽ ഇവരെ തിരിച്ചു കൊല്ലാം. അല്ലാതെ റോട്ടിൽ കാണുന്നവരെയൊക്കെ മുഖ്യമന്ത്രിയുടെ സുരക്ഷിതത്വം എന്ന് പറഞ്ഞ് തല്ലിച്ചതയ്ക്കാനുള്ള അധികാരം ഇവർക്കില്ല. അത് അവിടുത്തെ ലോക്കൽ SHOമാർക്ക് അവർക്കത് ചെയ്യാൻ അറിയാം. അവരത് ചെയ്യുകയും ചെയ്തല്ലോ. പിന്നെ എന്തിനാണ് ഇവർ രാഷ്ട്രീയ വൈരാഗ്യത്തിന് വേണ്ടി രാഷ്ട്രീയം കളിക്കുന്ന പോലീസുകാരായി മാറിയത് കൊണ്ടാണ് അവർ പ്രവൃത്തി ചെയ്തത്. ആലപ്പുഴയിലെ ഏതായാലും ജാമ്യം ലഭിച്ചെങ്കിലും ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മുമ്പിൽ ഹാജരാകാൻ ഡയറക്ഷൻ കൊടുത്തു ആലപ്പുഴ ജില്ലാ കോടതി. അവരെ ചോദ്യം ചെയ്യാം, അവരെ അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ അവരെ വിട്ടയക്കാം. പക്ഷേ അവർ കഴിഞ്ഞ 3 ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ വന്നു, അവരെ ചോദ്യം ചെയ്തു. അവരെ കൈവശമിരുന്ന ആ സ്റ്റിക്ക് അല്ലെങ്കിൽ ലാത്തി അല്ലെങ്കിൽ അവരുപയോഗിച്ച പത്തൽ അത് കണ്ടെടുക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. കാരണം അവർ ജാമ്യത്തിലാണ്. 27 എവിഡൻസ് ആക്ടിൻ്റെ പരിധി വരത്തില്ല. അതുകൊണ്ട് അവരെ കസ്റ്റഡി വേണം. അവരെ ഹൈക്കോടതി, സംസ്ഥാന ഗവൺമെൻറ് അല്ലെങ്കിൽ ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മൂവ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഹൈക്കോടതി ജാമ്യം ക്യാൻസൽ ചെയ്യുക, അതിന് കസ്റ്റഡിയിലെങ്കിലും ലഭിക്കാനുള്ള ഒരു റിക്വസ്റ്റ് ഹൈക്കോടതി കൊടുക്കുക. 1 ദിവസം 2 ദിവസം ഹൈക്കോടതി ഡയറക്ഷൻ അനുസരിച്ച് ജാമ്യത്തിൽ നിൽക്കുന്നവർ ജാമ്യത്തിൽ നിന്നോട്ടെ, തടസ്സമില്ല. 2 ദിവസമെങ്കിലും കസ്റ്റഡി കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ കേസിൻ്റെ തൊണ്ടി സാധനത്തിൽ ഉൾപ്പെട്ട 5 പത്തലുകൾ അത് പോലീസിൻ്റെ അല്ല, അത് കാണുമ്പോൾ നമുക്കറിയാം. അത് പോലീസിൽ നിന്ന് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള വടികളാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതിൻ്റെ നീളവും അതിൻ്റെ വീതിയും ഒക്കെ തുല്യമായിരിക്കും. അതിൻ്റെ
അത് ഐഡൻറ്റിഫയബിളാണ്, അത് പോലീസിൻ്റെ പ്രോപ്പർട്ടിയാണ്. ആ സാധനങ്ങൾ അത് യഥാർത്ഥത്തിൽ അവരുടെ കൈവശം വരുന്നത് പോലീസിൻ്റെ ലാത്തിയല്ല, അല്ലെങ്കിൽ പോലീസിൻ്റെ വടിയല്ല. അപ്പോൾ അത് റെക്കോർഡ് ചെയ്യണം കേസിൻ്റെ മുന്നോട്ടുള്ള അന്വേഷണത്തിൽ. അതുകൊണ്ട് പോലീസ് ആ രീതിക്ക് നീങ്ങും എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഇതിനകത്ത് ADGP ലോ ആൻഡ് ഓർഡർ ആയിരുന്ന ആള് അത് സർക്കാരിനെ സൂചിപ്പിക്കാൻ വേണ്ടി, സർക്കാരിൻ്റെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി, താൻ ലോ ആൻഡ് ഓർഡർ ADGP ആയതുകൊണ്ട് മുഖ്യമന്ത്രിയെ ഗൺമാന്മാർ തല്ലിയവരെ സംരക്ഷിക്കും എന്നുള്ള ആ ബോധ്യത്തോടു കൂടി ചെയ്ത പ്രവൃത്തികൾ അത് ഒഫൻസാണ്, അത് ക്രിമിനൽ ഒഫൻസാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ പ്രതി ചേർക്കണം. അടിയന്തരമായിട്ട് ഇനി അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യണം. അതിന് നിയമപരമായി യാതൊരു തടസ്സവുമില്ല. അയാളാണ് ഈ ഇൻസ്റ്റിഗേഷൻ നടത്തിയത്. 2 ഗ്രേഡ് SIമാരെ കൊണ്ട് ഇത് മാറ്റി എഴുതിച്ചത് അദ്ദേഹമാണ്. അല്ലെങ്കിൽ അവർക്ക് എന്താണ് താല്പര്യം? ആലപ്പുഴയിൽ നടന്ന ഒരു സംഭവത്തിനകത്ത് ADGPയുടെ തിരുവനന്തപുരത്തെ ഓഫീസിലുള്ള 2 ഗ്രേഡ് SIമാർക്ക് എന്താണ് കാര്യം? അവർക്കൊരു കാര്യവുമില്ല. അവർക്ക് ആലപ്പുഴയിൽ പോകേണ്ട ആവശ്യവുമില്ല. അവർ മേലുദ്യോഗസ്ഥനുമല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ADGPയുടെ ഉത്തരവ് അനുസരിച്ചാണ് അവർ പ്രവർത്തിച്ചത്. അത് തെറ്റായ ഉത്തരവാണ്, അത് ക്രിമിനൽ ഒഫൻസാണ്. അതുകൊണ്ട് ഇനി അമാന്തിക്കരുത്, ADGPയെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ തുടങ്ങണം.